ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൊല്ലം സുധിയെ പറ്റിയാണ്. അതായത് കൊല്ലം സുധി കുറച്ചുകൂടി ഫേമസ് ആകുന്നത്, ഇല്ലെങ്കിൽ കൊല്ലം സുധിയെ നമ്മളെല്ലാവരും അറിയുന്നത് എന്താണ്, കൊല്ലം സുധി ആരാണ്, കൊല്ലം സുധി എന്നൊക്കെ നമ്മൾ അറിയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊല്ലം സുധിക്കെതിരെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ. അതായത് കൊല്ലം സുധി ഏതോ ഒരാളോട് പൈസ കടം വാങ്ങിച്ചു എന്നോ എന്നിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ഈ ഫേസ്ബുക്ക് വഴി ഇങ്ങനെ പ്രചരിപ്പിച്ചു. അപ്പോഴതിന് സുധി വന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പൈസ വാങ്ങിച്ചു എന്നുള്ളത് നേരാണ്. കൊറോണ കാലത്ത് എനിക്ക് വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിപ്പോയി. അതുകൊണ്ട് എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞാനിത് തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കും. ഞാൻ ഒരിക്കലും പൈസ വാങ്ങിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല എന്നുള്ള തരത്തിൽ സുധിയുടെ വിശദീകരണവും വന്നിരുന്നു. അപ്പോഴാണ് നമ്മളെല്ലാവരും ആലോചിച്ചത്, ഇത്രയും പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉള്ള സുധിക്ക് എന്താണ് ഇത്ര സാമ്പത്തിക ബുദ്ധിമുട്ട്, സുധിക്ക് എവിടെയാണ് പിഴച്ചത് എന്നൊക്കെ നമ്മളിങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് സുധിയുടെ കഥകളൊക്കെ നമ്മൾ കുറേ അറിയാൻ തുടങ്ങിയത്. അതായത് അദ്ദേഹത്തിൻ്റെ ആദ്യ വിവാഹം കഴിഞ്ഞതും, അതുപോലെ തന്നെ ചെറിയ മകനെ ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് വിട്ട് പോയതും, അത് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയെയും കൊണ്ടാണ് ഇദ്ദേഹം പ്രോഗ്രാമിന് പോകാറ്. അതിലേറ്റവും കൂടുതൽ ഇദ്ദേഹത്തെ സഹായിച്ചിരിക്കുന്നത് അസീസ് എന്ന് പറയുന്ന നമ്മുടെ അസീസ് നെടുമങ്ങാട് തന്നെയാണ്. കാരണം ഇവർ രണ്ടുപേരുമാണ് പലപ്പോഴും പ്രോഗ്രാമിന് പോകാറ്. ഈ കുട്ടിയെയും കൊണ്ട് ഈ രാവിലെ ഈ പുലർച്ചയ്ക്കൊക്കെ ഈ ലോറിയിലൊക്കെ കയറിയിട്ടാണ് ഇവർ വീട്ടിലെത്തുന്നത്. അങ്ങനെ ഈ കുട്ടിയൊന്നും നോക്കാൻ ആരുമില്ലായിരുന്നു. ഈ കുട്ടിയെ ഇദ്ദേഹത്തിന് അത്രയും ഇഷ്ടമായിരുന്നു. അതുകൊണ്ടല്ലേ ആർക്കും കൊടുക്കാതെ ഇദ്ദേഹം തന്നെ വളർത്തിയത്. അത്രത്തോളം ഇതാണ്. ഇപ്പോഴുള്ള ആ മൂത്ത മകൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ ഇവിടം വരെ എത്തിയത് എന്നുള്ളതായിരുന്നു നമ്മളെല്ലാവരും അറിഞ്ഞത്. പക്ഷേ ഇദ്ദേഹത്തിന് എങ്ങനെ ഇത്രത്തോളം കടം വന്നു? ഇദ്ദേഹം പല ചാനലുകളിലും പല സ്റ്റേജുകളിലും പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകാറുണ്ടെങ്കിലും ഈ വർഷങ്ങളായിട്ട് ഇദ്ദേഹം പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് സ്ഥിരമായിട്ട് ഒരു കമ്പനിയിൽ മാത്രമാണ്, വേറെ എവിടെയും പോകാറില്ല. അതായത് ആ കമ്പനിയുടെ പ്രോഗ്രാമും അതുപോലെ ചില സിനിമകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന് പറയുന്ന സിനിമയിൽ എക്സ്പ്രഷൻ ഇട്ട് കളിക്കുന്ന ഒരു കള്ളൻ, ഞാൻ പോവാണ് എന്തിനാണ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ്, അതൊരു ഭയങ്കര ഡയലോഗാണ്. ഒരു സീനേ ഉള്ളൂ. നാദിർ ഷാ എന്ന് പറയുന്ന ബ്രില്യൻ ഡയറക്ടർ ആ ഒരു സീന് സുധിക്ക് കൊടുത്തത് അദ്ദേഹത്തിന് അത് എന്നും ഇതും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. സുധിയെ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ കാണുന്നത് ആ ഒരു കഥാപാത്രത്തിലൂടെ തന്നെയാണ്. ഏതായാലും അങ്ങനെ അദ്ദേഹം ചെറിയ ചെറിയ സിനിമകളും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോഴും അദ്ദേഹം പറയാറുണ്ട്, എനിക്ക് വീടില്ല, എനിക്ക് ഒരുപാട് കടബാധ്യതകൾ വന്നു എന്ന്. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് കടബാധ്യതകൾ വന്നത് എന്ന് നമുക്ക് ആർക്കും വലിയ നിശ്ചയമില്ല. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരോ ആൾക്കാരുടെ അസുഖങ്ങളെ പറ്റിയും പിന്നെ പല ആൾക്കാരും ഇദ്ദേഹത്തോട് പൈസ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുക്കാത്തതും അങ്ങനെയൊക്കെയാണ് കടബാധ്യത വന്നത് എന്നാണ് ഇദ്ദേഹം പലപ്പോഴും ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഈ ഫ്ലോറിൽ വർഷങ്ങളായിട്ട് ഈ മിമിക്രി കാണിക്കുന്ന, ഇല്ലെങ്കിൽ ഈ കോമഡി കാണിക്കുന്ന ഒരാൾക്ക് പോലും ഇല്ലാത്ത കടബാധ്യതയാണ് ഈ സുധി എന്ന് പറയുന്നയാൾക്കുള്ളത്. അപ്പോഴെനിക്കൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലോറിൽ ഈ പൈസ കാര്യമായിട്ട് കൊടുക്കാറില്ലേ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. അതായത് ഈ സുധിക്ക് പ്രോഗ്രാം നല്ല കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ അറിയാം, പക്ഷേ പൈസ വാങ്ങിക്കാൻ അറിയില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഈ സുധിക്ക് കുറച്ച് എന്താ പറയേണ്ടത്, ഒരു തരത്തിൽ അതായത് എനിക്ക് ഇവരെ വിട്ടുപോകാൻ കഴിയില്ല, ഒരു വൈകാരിക ബന്ധം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ ഡയറക്ടർമാരായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർമാരും ഇതിൻ്റെ ക്രൂ മെമ്പറായിട്ടും ഒരു വൈകാരിക ബന്ധമുണ്ടായിരുന്നോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഒരു നല്ല കലാകാരനാണ് അദ്ദേഹം. ഒരു പക്ഷേ ഈ ഫ്ലോറ് വിട്ട് മറ്റൊരു ഒരുപാട് പരിപാടികളിലൊക്കെ അവതരിപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ വളരാമായിരുന്നു. അവിടെയുള്ളവരൊക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെയുള്ള ഉല്ലാസ് പന്തളമായാലും അതുപോലെ തന്നെ ബിനു അടിമാലിയൊക്കെ വലിയ കാറും വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും പല പ്രോഗ്രാമുകളും അവതരിപ്പിക്കാൻ പോകാറുണ്ട്. ഇവർ ഈ ഒരു ഫ്ലോറിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാറില്ല. അതും ഇദ്ദേഹത്തിന് പറ്റിയ ഒരു ഫാൾട്ടായിരിക്കാം. അവസാനം ഇദ്ദേഹം മരിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീടില്ല. അത്രത്തോളം പ്രശ്നങ്ങളാണ്. ഇത്രയും നാളായിട്ടും ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീട് പോലും വെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പിന്നെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ അത്യാവശ്യം ശമ്പളം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ശമ്പളം കൊടുക്കുന്നുണ്ട്. കാരണം അവരുടെ ആ ഒരു ലെവല് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന് തന്നെ നല്ലൊരു ഓഡിയൻസ് സപ്പോർട്ട്
സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രോഗ്രാമാണ്. അല്ലാതെ ഈ പിന്നെ എന്താ പറയേണ്ടത് ആ ഒരു പിന്നെ തേഞ്ഞൊട്ടുന്ന പ്രോഗ്രാമൊന്നുമല്ല. നല്ല ഭയങ്കര ഇതാണ് ഈ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. പക്ഷെ ശമ്പളം കൊടുക്കുന്നില്ലേ എന്നാണ് എനിക്ക് ചോദ്യം. അപ്പോൾ ശ്രുതിക്ക് പ്രോഗ്രാം നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ അറിയാം, പക്ഷേ ശമ്പളം വാങ്ങിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ഇതായത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞാലാണ് നമ്മളെല്ലാവരെയും അവരെ കൂടുതൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ശ്രുതിയെ ഒരുപാട് പേര് കൂടുതൽ സ്നേഹിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത്. അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫ്ലവേഴ്സ് ചാനൽ തന്നെ രംഗത്ത് വന്നു. പക്ഷേ അതിന് മുന്നേ തന്നെ മറ്റൊരു ടീം പിന്നെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നു, ഒരു വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ടീമുകൾ. അപ്പോൾ ഫ്ലവേഴ്സ് ടീം അതിൻ്റെ മേൽനോട്ടം മാത്രം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് പ്രോഗ്രാമിനായി കഴിഞ്ഞാലും ഏത് ജോലിക്കായി കഴിഞ്ഞാലും നമ്മൾ നമ്മളുടേതായ ശമ്പളം ചോദിച്ചു മേടിക്കണം. അവിടെ ഒരു വൈകാരികതയും പാടില്ല, അവിടെ ഒരു ബന്ധുത്വവും നോക്കണ്ട. ഇല്ലെങ്കിൽ എന്നെ നാളെ വിളിക്കില്ലേ, ഞാൻ ശമ്പളം ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ, അയ്യോ ഇവരെനിക്ക് വേണ്ടപ്പെട്ടവരാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മളെ കാലശേഷം നമ്മുടെ മക്കൾ ഇതുപോലെ കൈനീട്ടേണ്ടി വരും എന്നുള്ളതാണ്. ചില ആൾക്കാരൊക്കെ നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ചു, മറ്റേ ഇവർക്ക് ബന്ധുക്കൾക്ക് വേണ്ടി ജീവിച്ചു, അവൻ്റെ മക്കൾക്ക് അവനൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ചില രാഷ്ട്രീയക്കാരെ പറ്റിയൊക്കെ പറയാറുണ്ട്. ഇല്ലെങ്കിൽ ചില പൊതുപ്രവർത്തകരൊക്കെ പറ്റി പറയാറുണ്ട്. അത് വളരെ പിന്നെ തെറ്റായ ഒരു സംഭവമാണ്. കാരണം നാട്ടുകാർക്കും മറ്റേ ഇവർക്കെല്ലാം വേണ്ടി ജീവിക്കണം. പക്ഷെ അവൻ്റെ മക്കൾക്കും എൻ്റെ കാലശേഷം എന്തെങ്കിലും ഉണ്ടാവുമോ, എൻ്റെ കാലശേഷം ഇവരെങ്ങനെ ജീവിക്കും, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മക്കളും എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചിന്ത എപ്പോഴും നല്ലത് തന്നെയാണ്. അല്ലാതെ നമ്മൾ അത് പാടെ അവഗണിച്ച് ജീവിക്കേണ്ട ഒരിതല്ല. അതുകൊണ്ട് എവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ശമ്പളം മേടിക്കണം. ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രയാണ് ശ്രുതിയെ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നത് എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. വളരെ നല്ല കാര്യം തന്നെയാണ്. അതുപോലെ ബിനു അടിമാലിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനി ഇദ്ദേഹത്തിൻ്റെ പൈസ ആരെങ്കിലും തട്ടിച്ചു കൊണ്ടുപോയതാണോ, പറ്റിച്ചു കൊണ്ടുപോയതാണോ, ഇദ്ദേഹം അത് ആരോടും പറയാത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല. അതായത് നിനക്ക് എന്തിനാടാ ഇപ്പോഴും കാശ്, നിനക്ക് ഞാൻ പിന്നെ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ടാകാം. അതുപോലെയുള്ളൊരു മനസ്സാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്യൻ്റെ കരച്ചിൽ, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ അരി മേടിക്കാൻ പൈസ ഉണ്ടാവില്ല ഈ ശ്രുതിയുടെ വീട്ടിൽ. പക്ഷേ എന്നാലും ഒരുത്തം വന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഓൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് കയ്യിലുള്ളത് മൊത്തം എടുത്തു കൊടുക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒരുപാട് പേര് നല്ല രീതിയിൽ പറ്റിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. അല്ലാതെ ഇദ്ദേഹം ഇത്രത്തോളം ദരിദ്രവാനാകേണ്ട ഒരു കാരണവും ഞാൻ കാണുന്നില്ല. വളരെ നല്ല പ്രോഗ്രാം, ഒരുപാട് ശമ്പളം കിട്ടേണ്ടതുമാണ്. പക്ഷേ ഇനി ശമ്പളം വാങ്ങിക്കുന്നില്ലേ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ശമ്പളം ചോദിക്കുമ്പോൾ നിനക്ക് എന്തിനാണ് ആ പൈസ, ചിലവിനുള്ളത് പോലെ, നീ ഇവിടുത്തെ ആളല്ലേ എന്നൊക്കെ പറയലാണോ എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് പറയുകയാണ്, ശ്രുതി ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾ എല്ലാവരും തിരിച്ചു കൊടുക്കണം. കാരണം അത് നിർബന്ധമാണ്. അല്ലാതെ ഇത്രയും ജോലി ചെയ്തിട്ട് ആ മനുഷ്യൻ എങ്ങനെ ഇത്രയും വലിയ കടക്കാരനായി എന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അതായത് മാസത്തിൽ ഈ പിന്നെ 30 ദിവസവും അദ്ദേഹത്തിന് പ്രോഗ്രാമുണ്ട്. ഈ 30 ദിവസം തന്നെ നമുക്ക് എല്ലാവർക്കും പറയും, ഒരു 2000 വെച്ച് കൂട്ടിയാൽ തന്നെ 60,000 രൂപയായി. 2000 ഒന്നുമല്ല, ഇവർക്കൊക്കെ ഒരു പ്രോഗ്രാമിന് ഒരു 4,000-5,000 രൂപയെല്ലാം കിട്ടുമായിരുന്നു. അത്രത്തോളം നല്ല പ്രോഗ്രാമുകൾ തന്നെയാണ് ഇവരൊരു അവതരിപ്പിക്കുന്നത്. കൂടെയുള്ളവരൊക്കെ പണക്കാരായി, ശ്രുതി മാത്രം കടത്തിലേക്കും പോയി. ഇതിൻ്റെ കുട്ടൻസാണ് എനിക്ക് പിടികിട്ടാത്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് രൂപത്തിൽ വരണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ജിൻഡോൻ്റെ കാര്യമാണ്. ജിൻഡോ വളരെയധികം കഷ്ടപ്പാടിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. 2 പെൺമക്കളാണ്, ഭാര്യയുണ്ട്, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് എടുത്ത 8 ലക്ഷം രൂപയുടെ ഒരു ക്യാമറയാണ്. ആ ക്യാമറയാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം. അതിൻ്റെ ഒരു എന്താ പറയേണ്ടത്, എനിക്ക് തോന്നുന്നത് അതിൻ്റെ EMI വരെ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രത്തോളം കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് ഇന്ന് എല്ലാവരും കൂടി ചേർന്ന് സൈഡാക്കിയിരിക്കുന്നത് എന്നും പോലും നിങ്ങൾ ഓർക്കണം. ഒരു മനുഷ്യനെ നശിപ്പിച്ചിട്ട് ഇവന്മാരൊക്കെ എന്ത് നേടുകയാണ്? ഈ ലക്ഷ്മി നക്ഷത്രയായാലും തുറന്നു പറയണം, ലക്ഷ്മി അവിടെ എന്താണെന്ന് സംഭവിച്ചത്. ബിനു അടിമാലിയുടെ പേരിലാണ് ഇപ്പം എല്ലാവരും പിന്നെ എന്താ പറയുക, ഈ പിന്നെ ബിനു അടിമാലിയാണ് എല്ലാത്തിനും കാരണം എന്നാണ് എല്ലാവരും പറയുന്നത്. അത് ശരി തന്നെയാണെന്ന് ഡയറക്ടറും പറയുന്നുണ്ട്. ലക്ഷ്മി നക്ഷത്രം കൃത്യമായിട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ചെറുപ്പക്കാരന് പുതിയ ക്യാമറ കിട്ടാനുള്ള എല്ലാ ഇതും
കാണുന്നുണ്ട്. ക്യാമറ വാങ്ങിച്ചു കൊടുക്കുക തന്നെ വേണം, അതുറപ്പാണ്. കാരണം എനിക്ക് ദാരിദ്ര്യമാണ്, ഇല്ലെങ്കിൽ എനിക്ക് പെൺമക്കളാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുത്തൻ്റെ ഉപജീവന മാർഗം നശിപ്പിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഇതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ബിനു അടിമാലിൻ്റെ കൂടെ ആരും നിൽക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.